അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ, നമ്മളുള്ളതിപ്പോ കാസർഗോഡ് കുണിയ സമസ്തയുടെ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന്റെ അവസാന ദിവസമായ ഇന്ന് അസർ നിസ്കാരത്തിന് മുമ്പ് ഏകദേശം ഒരു നട്ടുച്ച 2-2:30 സമയം. ആ സമയത്ത് കുണിയ ജുമുഅത്ത് പള്ളി നിറഞ്ഞു കവിയുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കാസർഗോഡ് കുണിയയിൽ നിന്ന് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോ പകർത്തുന്നത്. നമ്മളുടെ സമസ്തയെ സ്നേഹിച്ച, സമസ്തയുടെ ഇസ്സത്തുള്ള ഈ പാർട്ടിയെ അങ്ങേയറ്റം നെഞ്ചോട് ചേർത്ത് സമസ്തയുടെ ചുണക്കുട്ടികള് ഒരുമിച്ച് കൂടിയ ഒരു മനോഹരമായ കാഴ്ചയാണ് കാസർഗോഡ് കുണിയ 100ാം വാർഷിക നഗരിയിൽ നിന്ന് ഞാൻ നിങ്ങളുമായി പകർത്തുന്നത്. കുണിയ ജുമുഅത്ത് പള്ളിയുടെ മുറ്റത്തെ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് പകർത്തി തരുന്നത്. അപ്പോ ഈ കാണുന്നതാണ് കാസർഗോഡ് കുണിയ ജുമുഅത്ത് പള്ളി. ആ ജുമുഅത്ത് പള്ളിയിൽ നിറഞ്ഞു കവിയുന്ന, പുറത്തേക്ക് വുളൂഇന് വേണ്ടിയിട്ടും നിസ്കരിക്കാൻ വേണ്ടിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകുന്ന സമസ്തയുടെ ചുണക്കുട്ടികളുടെ ഒരു മനോഹരമായ കാഴ്ചയാണ് കാസർഗോഡ് കുണിയയിൽ നിന്ന് ഞാൻ നിങ്ങളുമായി പകർത്തുന്നത്. പ്രേക്ഷകരെ, കണ്ടമാനം ജനങ്ങളുണ്ട് കേട്ടോ. നാനാ ദിക്കുകളിൽ നിന്നും, നാനാ ഏരിയകളിൽ നിന്നും, കേരളത്തിന്റെ അകത്തും പുറത്തും പ്രവാസികളും ഈ സമ്മേളനത്തിന് വേണ്ടിയിട്ട് പ്രവാസ ജീവിതം തൽക്കാലികം ഒഴിവാക്കിയിട്ട് കടന്നു വന്ന ഒരുപാട് പ്രവാസികളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പ്രേക്ഷകരെ, സമസ്തയുടെ പ്രതിനിധികളായ നേതാക്കളും ഇവിടെയുണ്ട്. മഹാരഥന്മാര്, ഔലിയാക്കൾ സംഗമിക്കുന്ന ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും കാളമ്പാടി ഉസ്താദും അവരുടെ അർവാഹുകൾ സംഗമിക്കുന്ന ഒരു മനോഹരമായ വേദിയാണ് കാസർഗോഡ് കുണിയയിൽ നിന്ന് ഞാൻ നിങ്ങളുമായി പകർത്തുന്നത്. പ്രേക്ഷകരെ, നിർബന്ധം, നിസ്തർക്കം, നിസ്സംശയം നമുക്ക് പറയാൻ കഴിയുന്ന ഒന്നാണ്, ദുആക്ക് ഇജാബത്തുള്ള, ദുആക്ക് പ്രതിഫലമുള്ള, ദുആക്ക് ഉടനടി ഉത്തരം കിട്ടുന്ന ഒരു മഹത്തരമേറിയ സമ്മേളന നഗരിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് കുണിയ സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ആ മനോഹരമായ അവസാനത്തെ ദിനത്തിൽ ഇന്ന് നാനാ ദിക്കുകളിൽ നിന്നും സംഗമിച്ച ആളുകളുടെ മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് പകർത്തുന്നത്. സമസ്തയെ അങ്ങേയറ്റം നെഞ്ചോട് ചേർത്ത് ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ കാഴ്ചയാണ്. സമസ്തയുടെ ആ കൊടി, ആ പതാക ആകാശത്തിലേക്ക് ഉയർത്തുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെയധികം മനോഹരമായി കൊണ്ട് ആളുകൾ തിങ്ങി നിൽക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ ആവേശത്തോടു കൂടി ആനന്ദം കൊള്ളുന്നൊരു ഒരു മധ്യാഹ്ന സമയം കഴിഞ്ഞ സാഹചര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ പകർത്തുന്നത്. ആളുകൾ മുഴുവനും ടോയ്ലറ്റിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. അവിടുന്ന് കുളിക്കുന്നുണ്ട്, വുളൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറ് ചെയ്യുന്ന, പള്ളിയിലേക്ക് തയ്യാറായി നിൽക്കുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ കാസർഗോഡ് കുണിയ മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ കാണുകയാണ്. പ്രേക്ഷകരെ, ഒരുപാട് ആളുകൾ വീടുകളിന്റെ സൈഡുകളിലൂടെ, സിറ്റ് ഔട്ടിലൂടെ വിശ്രമിക്കുന്ന, അങ്ങകലെ ദിക്കുകളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവരൊക്കെ ക്ഷീണിതമായി കൊണ്ട്, ക്ഷീണം അനുഭവപ്പെട്ടുകൊണ്ട് ഈ മഹത്വമേറിയ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി റെസ്റ്റ് എടുക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങ് അകലെ നമുക്ക് നോക്കുകയാണെങ്കിൽ കാസർഗോഡ്, കാനങ്ങാട്, മംഗലാപുരം, കണ്ണൂർ, കോഴിക്കോട് ദേശീയപാതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രേക്ഷകരെ, ആ ഒരു മനോഹര നിമിഷത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. വളരെയധികം ആവേശമാണ്, സന്തോഷമാണ്, അതിലുപരി ആനന്ദമാണ് പ്രേക്ഷകരെ. ഈ സമസ്തയുടെ 100ാം വാർഷികം അതിവിപുലമായി കൊണ്ട് സമസ്തക്കെതിരെ തിരിഞ്ഞവർക്ക് ഒരു മറുപടി ആയിക്കൊണ്ട്, ആരൊക്കെ സമസ്തനെ എതിർക്കാൻ നിന്നാലും അവർ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമെന്ന് ഉച്ചസ്ഥരം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇവിടുന്ന് ഈ ഒരു സംഘടനയെ, ഈ ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിയുകയില്ല എന്ന് ഖിയാമത്ത് നാൾ വരെ ഇതിനെതിരെ ആര് തുനിഞ്ഞാലും അത് നടക്കുകയില്ലെന്ന് ഉച്ചസ്ഥരം നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. കുണിയ അൽബിർ സ്കൂളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കെട്ടിടത്തിൽ തിങ്ങി നിൽക്കുന്ന ആളുകളാണ്, റെസ്റ്റ് എടുക്കുന്ന ആളുകളാണ്. ഈ ജനങ്ങളെ ആകാംക്ഷയോടുകൂടി നോക്കുന്ന ജനങ്ങളെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഇതിന്റെ പുറത്തേക്ക് കുറച്ച് ഇപ്പുറത്തേക്ക് നമ്മൾ ക്യാമറ പിടിക്കുമ്പോൾ ഒരുപാട് കച്ചവടക്കാര് കച്ചവടം തകൃതിയായി നടക്കുന്നുണ്ട് കേട്ടോ. ആ റോഡിന്റെ സൈഡിലൂടെ ഒരുപാട് ആളുകൾ, കുണിയ നിവാസികളടക്കം ഇവിടെ സജ്ജമായി പ്രവർത്തിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത്. കുണിയ മദ്രസിന്റെ മുമ്പിൽ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്ത കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ പള്ളിയിലേക്ക് നിസ്കാരത്തിന് വേണ്ടി ഒഴുകിയെത്തുന്ന ഇന്നത്തെ ആ ഒരു പവിത്രമാക്കപ്പെട്ട നിസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി അത്യാഗ്രഹത്തോടുകൂടി വരുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ കുണിയ ക്യാമ്പ് സൈറ്റിലേക്ക് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചുട്ടുപഴുത്ത ഈ ചൂടൊന്നും വകവെക്കാതെ സമസ്തയെ സ്നേഹിക്കുന്ന, സമസ്തയുടെ അടിയുറച്ച വിശ്വാസത്തിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു പറ്റം ജനങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചെറിയവരും കുട്ടികളും മുതിർന്നവരും വയസ്സായ ആളുകളും സമസ്തയെ അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി ഈ ചൂടൊന്നും വകവെക്കാതെ നടന്നു പോകുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ കാണുന്നതാണ് പ്രേക്ഷകരെ കുണിയ പള്ളിയിലേക്ക് കടക്കുന്ന കവാടമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല മനോഹരമായ വൈറ്റ് പെയിന്റ് അടിച്ച് അതിൻ്റെ മുകളിൽ മഞ്ഞ പെയിന്റ് അടിച്ച നല്ലൊരു കുബ്ബയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ ആ കാണുന്നതാണ് കർണാടക മംഗലാപുരം കോഴിക്കോട് ദേശീയപാതയാണ് നമുക്ക് കുണിയ ദേശത്തിൽ നിന്ന് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ പുതുതായി നിർമ്മിച്ച പുതിയ മേൽപ്പാലമാണ് നമ്മളിപ്പോൾ കുണിയയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നല്ല നല്ല സമസ്തയുടെ ഒരുപാട് വിഷ്വൽസുകൾ നിങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കൊണ്ടുവരുന്നതാണ്. എല്ലാവരോടും സ്നേഹം മാത്രം.